എല്ലാവർക്കും ഷേപ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. LDC LGS പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രാഷ് 19ൻ്റെ ഭാഗമായി ജീവശാസ്ത്രം കുറച്ച് കാര്യങ്ങൾ നമ്മളിത് പഠിക്കുകയാണ്. അതായത് ടെസ്റ്റുകളും രോഗങ്ങളും. ചില രോഗങ്ങൾക്ക് ചില ടെസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങളിൽ അപരനാമങ്ങളാലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രോഗങ്ങളുടെ അപരനാമങ്ങൾ ഏതാണ്? അതുപോലെ തന്നെ നിറങ്ങളും ഘടകങ്ങളും, ഏതൊക്കെ ഘടകങ്ങൾ ചേർത്തിട്ടാണ് നിറങ്ങളുണ്ടാകുന്നത്, അതുപോലെ മനുഷ്യ ശരീരത്തിലെ പ്രധാന ഘടകങ്ങളേവ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കേതായാലും ടെസ്റ്റുകളും രോഗങ്ങളും ആദ്യം കാണാം. നേരെ ക്ലാസ്സിലേക്ക് പോവുക. ടെസ്റ്റുകളും രോഗങ്ങളും. ആദ്യം ECG ടെസ്റ്റ് എന്താണെന്നറിയണം. എന്തിനുള്ളതാണ് ECG ടെസ്റ്റ്? അത് ഹൃദയരോഗങ്ങളെക്കുറിച്ച് അറിയുന്നുള്ള ടെസ്റ്റാണ് ECG ടെസ്റ്റ്. പക്ഷേ EEG ടെസ്റ്റ് എന്താണ്? EEG ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന ടെസ്റ്റുണ്ട്. അത് തലച്ചോറിൻ്റെയും സുഷുമ്നയുടെയൊക്കെ പ്രശ്നങ്ങൾ അറിയാനുള്ള ടെസ്റ്റാണെന്നറിയാം. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു ടെസ്റ്റാണ് EEG. ECG ഹൃദയരോഗങ്ങളാണ്. ഇനി ബയോപ്സി എന്തിനാണ്? അത് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് ബയോപ്സി എന്നറിയുക. ലെപ്രോമിൻ ടെസ്റ്റുണ്ട്. അത് കുഷ്ഠത്തെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ലെപ്രോമിൻ ടെസ്റ്റ്. ഇനി എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഈ രണ്ട് ടെസ്റ്റുകളും എയ്ഡ്സ് രോഗത്തെ നിർണ്ണയിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇനി ട്യൂബർകുലീൻ മാൻഡോക്സ്, രണ്ട് ടെസ്റ്റുകൾ ക്ഷയരോഗത്തെ നിർണ്ണയിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. ട്യൂബർകുലീൻ അതുപോലെ തന്നെ മാൻടോക്സ്. ഈ രണ്ട് ടെസ്റ്റും ക്ഷയരോഗത്തെ അറിയാനായിട്ട് നടത്തുന്നതാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഉണ്ട്. ഗർഭാശയ ക്യാൻസറിനെ അറിയുന്നതിനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്, ഗർഭാശയ ക്യാൻസർ. ഇനി ഗ്ലൈക്കോസിലേറ്റഡ് ഒരു ടെസ്റ്റാണ് ഗ്ലൈക്കോസിലേറ്റഡ്. അത് പ്രമേഹത്തെ തിരിച്ചറിയാനുള്ള ഒരു ടെസ്റ്റാണ് ഗ്ലൈക്കോസിലേറ്റഡ്. ഷിക് ടെസ്റ്റ് ഉണ്ട്. ഡിഫ്തീരിയയെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഈ 4 ടെസ്റ്റുകളെ പഠിക്കുക. ECG ഹൃദയരോഗങ്ങളെയാണ്. EEG തലച്ചോറ് സംബന്ധിച്ചുമായ അസുഖങ്ങളെ കണ്ടെത്താനാണ്. ബയോപ്സി ക്യാൻസർ പരിശോധിക്കാനുള്ള ടെസ്റ്റാണ്. ലെപ്രോമിൻ കുഷ്ഠം പരിശോധിക്കാനുള്ള ടെസ്റ്റാണ്. എലീസ ടെസ്റ്റും വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റും എയ്ഡ്സിനെ കണ്ടെത്താനുള്ള ടെസ്റ്റാണെന്നറിയുക. ട്യൂബർകുലീൻ അതുപോലെ തന്നെ മാൻടോക്സ്, ഈ രണ്ട് ടെസ്റ്റും ക്ഷയരോഗത്തെ നിർണ്ണയിക്കുന്ന ടെസ്റ്റാണെന്ന് അറിയുക. പാപ്സ്മിയർ ടെസ്റ്റ് ആകട്ടെ, അത് ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ്. പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കാം. ഗ്ലൈക്കോസിലേറ്റഡ് ടെസ്റ്റ് മറ്റൊരു ടെസ്റ്റാണ് ഗ്ലൈക്കോസിലേറ്റഡ് ടെസ്റ്റ്. അതിനാണ് പ്രമേഹം കണ്ടെത്തുന്നുള്ള ടെസ്റ്റാണ്. അതുപോലെ ഷിക് ടെസ്റ്റ് ഉണ്ട്. ഡിഫ്തീരിയ കണ്ടെത്തുന്നുള്ള ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. നല്ലപോലെ എഴുതിയെടുത്ത് വെച്ച് ഭംഗിയായിട്ട് പഠിക്കുക. ഇനി അപരനാമങ്ങളുണ്ട്. അതായത് നമ്മൾ പല രോഗങ്ങളും നമ്മൾ പറയുന്ന പേരിലല്ല, അല്ലെ ആ പേര് രോഗത്തിൻ്റെ യഥാർത്ഥ പേരിലല്ല നമ്മൾ അറിയപ്പെടുന്നത്, മറ്റ് പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ചില സാധാരണ രോഗങ്ങളെ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണം, സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സ്കർവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നാവികരുടെ പ്ലേഗ് എന്നാണ് സ്കർവി എന്ന രോഗം ബാധിക്കുന്നത് വൈറ്റമിൻ സിയുടെ അഭാവത്താലാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് നാവികരുടെ പ്ലേഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി അൾഷിമേഴ്സ് രോഗം, അത് സാധാരണ നമ്മൾ അറിയപ്പെടുന്നത് മറവി രോഗം എന്നാണ്. അൾഷിമേഴ്സ് രോഗം അറിയപ്പെടുന്നത് മറവി രോഗം എന്നാണ്. വില്ലൻ ചുമയാകട്ടെ പെർട്ടൂസിസ് എന്നാണ് അറിയപ്പെടുന്നത്. വില്ലൻ ചുമ, പെർട്ടൂസിസ്. അതുപോലെ ചിക്കൻ പോക്സ്, വരിസെല്ല. ചിക്കൻ സ്മോൾ പോക്സ് ആണെങ്കിലോ വരിയോല. രണ്ടും കൃത്യമായിട്ടത് അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കണം. ചിക്കൻ പോക്സ്, വരിസെല്ല, സ്മോൾ പോക്സ്, വരിയോല. ഇനി ജർമ്മൻ മീസിൽസ് ആണെങ്കിലോ, ജർമ്മൻ മീസിൽസ് റൂബല്ലയാണ്. മീസിൽസ് ആണെങ്കിലോ റൂബിയോല എന്നാണ് അതറിയപ്പെടുന്നത്. അത് അങ്ങനെ അറിയുക. ജർമ്മൻ മീസിൽസ് റൂബല്ല, മീസിൽസ് റൂബിയോല. ഇനി ടെറ്റനസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലോക്ക് ജോ. അത് അറിയണം. അത് കുതിരസന്നി എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പേരാണ് ലോക്ക് ജോ. കുതിരസന്നി എന്നറിയപ്പെടുന്നതും ടെറ്റനസ് ആണ്. ലോക്ക് ജോ എന്നറിയപ്പെടുന്നതും ടെറ്റനസ് ആണെന്ന് അറിയുക. ഇനി ക്ഷയരോഗം നോക്കിയേ, അത് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നതാണ്. എന്നാൽ പ്ലേഗ് എങ്ങനെ അറിയപ്പെടുന്നത്? കറുത്ത മരണം എന്നാണ് പ്ലേഗ് അറിയപ്പെടുന്നത്. ക്ഷയരോഗം അറിയപ്പെടുന്നത് വൈറ്റ് പ്ലേഗ് എന്നാണ്. പ്ലേഗ് അറിയപ്പെടുന്നത് കറുത്ത മരണം എന്നാണ്. ഇനി ഗോയിറ്റർ എന്ന രോഗമുണ്ട്. അത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ് ഗോയിറ്റർ എന്ന രോഗം അറിയപ്പെടുന്നത്. എവിടെ ബാധിക്കുന്ന ഗോയിറ്റർ? തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്. അതറിയപ്പെടുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്നാണ്. എന്നാൽ എലിപ്പനി അറിയപ്പെടുന്നതോ വീൽസ് ഡിസീസ് എന്നാണ്. വീൽസ് ഡിസീസ് മറക്കരുത്.
എലിപ്പനി അറിയപ്പെടുന്നത് വീൽസ് ഡിസീസ്, ഗോയിറ്റർ അറിയപ്പെടുന്നത് ഗ്രേവ്സ് ഡിസീസ്. ഇനി മലമ്പനി അറിയപ്പെടുന്നതോ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നാണ് മലമ്പനി അറിയപ്പെടുന്നത്, ബ്ലാക്ക് വാട്ടർ ഫീവർ. അതുപോലെ തന്നെ കുഷ്ഠം അറിയപ്പെടുന്നതോ ഹാൻസൈൻസ് ഡിസീസ് എന്നാണ്. കുഷ്ഠരോഗം അറിയപ്പെടുന്നത് ഹാൻസൈൻസ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഡെങ്കിപ്പനി അറിയപ്പെടുന്നത് ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ്. ബ്രേക്ക് ബോൺ ഡിസീസ്, എല്ല് നുറുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. അത്രമാത്രം വേദനയാണ്, അതുകൊണ്ടാണ് ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് ഡെങ്കിപ്പനി അറിയപ്പെടുന്നത്. ആന്ത്രാക്സ് അറിയപ്പെടുന്നതോ ഈജിപ്തിലെ 5ാം പ്ലേഗ് എന്നറിയപ്പെടുന്ന ആന്ത്രാക്സ്, ഈജിപ്തിലെ 5ാം പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് ആന്ത്രാക്സ്. ഇനി സാർസ് രോഗം കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നതാണ് സാർസ് രോഗം, കില്ലർ ന്യൂമോണിയ. ഹീമോഫീലിയ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടും, രാജകീയ രോഗമെന്നും അറിയപ്പെടും. ഹീമോഫീലിയ 2 തരത്തിലാണ് അറിയപ്പെടുന്നത്, ക്രിസ്മസ് രോഗവും രാജകീയ രോഗവും എന്ന് അറിയപ്പെടുന്നു. രക്തസമ്മർദ്ദം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നു. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണെന്ന് അറിയാം. ഇനി സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗം എന്നാണ്. സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാളാണ്. സിക്കിൾ സെൽ അനീമിയ അരിവാൾ പോലെ വളഞ്ഞു പോകുന്ന തരത്തിലുള്ള രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അരിവാൾ രോഗമാണ്. ഇനി ട്യൂബർകുലോസിസ്, അത് ക്ഷയരോഗം തന്നെയാണ്, പക്ഷേ ട്യൂബർകുലോസിന് വേറൊരു പേരാണ് പറഞ്ഞത്, കോക്സ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്, കോക്സ് ഡിസീസ്. അപ്പം അപരനാമങ്ങളൊന്നുകൂടെ നോക്കാം. സ്കെർവി നാവികരുടെ പ്ലേഗാണ്. അൾഷിമേഴ്സ് മറവി രോഗം എന്നറിയപ്പെടും. ചിക്കൻ പോക്സ് വരിസെല്ല, സ്മോൾ പോക്സ് വരിയോല, മറന്നുപോകല്ലേ. അതുപോലെ തന്നെ ജർമ്മൻ മീസിൽസ് റൂബെല്ല, മീസിൽസ് റൂബിയോല. ടെറ്റനസ് ലോക്ജോ കുതിരസന്നി, 2 പേരിലത് അറിയപ്പെടും. ടെറ്റനസ് കുതിരസന്നി എന്നറിയപ്പെടും, അല്ലെങ്കിൽ ലോക്ജോ എന്നും അറിയപ്പെടും. ക്ഷയരോഗത്തിന് വേറൊരു പേരുണ്ട് വൈറ്റ് പ്ലേഗ് എന്നുണ്ട്. പ്ലേഗിന് വേറൊരു പേരുണ്ട് കറുത്ത മരണം. പ്ലേഗിന് നമ്മൾ സാധാരണ പറയുന്നത് കറുത്ത മരണം. ഗോയിറ്റർ ഗ്രേവ്സ് ഡിസീസ് ആണെങ്കിൽ എലിപ്പനി വീൽസ് ഡിസീസാണെന്ന് അറിയുക. ഇനി മലമ്പനി ആണെങ്കിലോ അത് ബ്ലാക്ക് വാട്ടർ ഫീവറാണ്. അതുപോലെ തന്നെ കുഷ്ഠം ഹാൻസെൻസ് ഡിസീസ് എന്നും അറിയപ്പെടും. കുഷ്ഠം അറിയപ്പെടുന്നത് ഹാൻസെൻസ് ഡിസീസ്. ഡെങ്കിപ്പനിയാണോ ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണിത് അറിയപ്പെടുന്നത്. ആന്ത്രാക്സോ ഈജിപ്തിലെ 5ാം പ്ലേഗ്. ആന്ത്രാക്സ് അറിയപ്പെടുന്നത് അങ്ങനെ ഈജിപ്തിലെ 5ാം പ്ലേഗ് എന്നാണ് ആന്ത്രാക്സ് അറിയപ്പെടുന്നത്. ഇനി സാർസ് രോഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അത് കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നതാണ് സാർസ് രോഗം. അതുപോലെ ഹീമോഫീലിയ അറിയപ്പെടുന്നതോ ക്രിസ്മസ് രോഗം, രാജകീയ രോഗം, 2 പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇനി രക്തസമ്മർദ്ദമാണെങ്കിലോ അത് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദമാണെന്ന് അറിയുക. ഇനി സിക്കിൾ സെൽ അനീമിയ അറിയപ്പെടുന്നത് അരിവാൾ രോഗം. സിക്കിൾ എന്ന് പറഞ്ഞാൽ അരിവാൾ എന്നറിയുക. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അരിവാൾ രോഗം എന്ന് മനസ്സിലാക്കുക. ട്യൂബർകുലോസിസ് കോക്സ് ഡിസീസ് എന്ന് അറിയപ്പെടും. അപ്പോൾ ഈ അപരനാമങ്ങളും അതുപോലെ ഈ ടെസ്റ്റുകളും ഒന്ന് ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് അതിനകത്ത് നിന്ന് ലഭിക്കും. നിറങ്ങളും ഘടകങ്ങളുമാണ് നമ്മൾ പഠിക്കുക. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതെന്നുള്ള ചോദ്യമുണ്ട്. അത് മെലാനിനാണ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു എന്നറിയുക. രക്തത്തിന് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. അതുപോലെ രോമത്തിന് നിറം നൽകുന്നത് പാപ്പിലിയ എന്ന വർണ്ണവസ്തുവാണ്. ഇലകൾക്ക് നിറം നൽകുന്ന പച്ച നിറം നൽകുന്നത് ക്ലോറോഫിൽ എന്ന വസ്തുവാണ്. പുഷ്പങ്ങൾക്ക് മനോഹരമായ വർണ്ണങ്ങൾ നൽകുന്നത് ആന്തോസയാനിനാണ്. എന്നാൽ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണെന്ന് അറിയുക. ഇനി തക്കാളിക്ക് ആ മനോഹര നിറം നൽകുന്നത് ലൈക്കോപ്പിനാണ്. മഞ്ഞളിനത് കുർക്കൂമിനാണ്. ക്യാരറ്റിനാണെങ്കിലോ അത് കരോട്ടിനാണ്. പാലിന് കേസിനും അതുപോലെ തന്നെ കുങ്കുമത്തിന് ബിക്സിനുമാണെന്ന് അറിയുക. ഒന്നുകൂടെ നോക്കുക. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിനാണ്. രക്തത്തിന് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ്. അതുപോലെ തന്നെ രോമത്തിന് നിറം നൽകുന്നത് പാപ്പിലിയ എന്ന വർണ്ണക വസ്തുവാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് അറിയാം, ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിലാണ്. പുഷ്പങ്ങൾക്ക് ആ നിറം നൽകുന്നത് ആന്തോസയാനിനാണ്. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണെന്ന് അറിയുക. തക്കാളിക്ക് ആ നിറം നൽകുന്നത് ലൈക്കോപ്പിനാണ്. മഞ്ഞളിന് മനോഹരമായ മഞ്ഞ നിറം നൽകുന്നത് കുർക്കൂമിനാണ്. ക്യാരറ്റിന് കരോട്ടിനാണ്. പാലിന് കേസിനാണ് ആ നിറം നൽകുന്നത്. കുങ്കുമത്തിന് ബിക്സിനാണ് ആ നിറം നൽകുന്നതെന്ന് അറിയുക. ഈ വർണ്ണകങ്ങളെ നല്ലപോലെ ഒന്ന് പഠിക്കണം. ത്വക്ക് രക്തം രോമം പാപ്പിലിയ, യെസ്. ഇല ക്ലോറോഫിൽ അല്ലെ ഹരിതകം.
പുഷ്പങ്ങൾ ആന്തോസയാനിൻ. ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്നതോ യെസ് സാന്തോഫിലാണ്. തക്കാളിക്ക് വർണ്ണവസ്തു തക്കാളിക്ക് നിറം നൽകുന്നത് ലൈക്കോപ്പിനാണ്. മഞ്ഞളിന് യെസ് കുർക്കുമിനാണ്. ക്യാരറ്റിന് യെസ് കരോട്ടിനാണ്. പാലിന് കേസിൻ ആണ്. കുങ്കുമത്തിന് ബിക്സിനാണ്. ഇനി ഇത് നോക്കിയ ശരീരത്തിലെ ഘടകങ്ങൾ. ശരീരത്തിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള ഘടകം ജലമാണ്. 50% ജലമാണ്. ശരീരത്തിൽ പ്രോട്ടീൻ 20% ഉണ്ട്. അത് ശരീര വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ 20% ഉണ്ട്. കൊഴുപ്പാണെങ്കിൽ 10% ഉണ്ട്. ലവണങ്ങൾ 5%, കാർബോഹൈഡ്രേറ്റ്സ് 10%, അതുപോലെ തന്നെ മറ്റുള്ളവ 4-5% ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഇത് 2-3 ഓർത്തിരിക്കുക. ജലം 50% ഉണ്ട്, പ്രോട്ടീൻ 20%, കൊഴുപ്പ് 10%. അത്രയും അത് ഭംഗിയായിട്ട് ഓർത്തിരിക്കുക. ഇനി ലവണങ്ങൾ 5%, കാർബോഹൈഡ്രേറ്റ്സ് 10%, മറ്റുള്ളവ 4%, 5% ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്.